ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മുന്നോട്ടുള്ള വഴികളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അൽത്താര ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഏറ്റവും വലിയ സത്യം, നിന്നെക്കുറിച്ച് നിന്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ജെറമിയായുടെ പ്രവചനം 29 അധ്യായം 11 തിരുവചനം. ഈ വചനം നിങ്ങൾക്ക് കാണാതെ അറിയാവുന്നതാണ്. അറിയാൻ പാടില്ലെങ്കിൽ പഠിച്ചു പ്രാർത്ഥിച്ചോണം. നല്ല വചനമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് ഏറ്റുപറയാം. എൻ്റെ കൂടെ ഏറ്റുപറഞ്ഞ് ജെറമിയ പ്രവചനം 29 അധ്യായം 11 തിരുവചനം. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കും, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒന്നും അങ്ങോട്ട് ശരിയാകാത്തത്, ഒന്നും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഉത്തരം കിട്ടാത്തത്, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത്. ഇവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. ആരുടെ മനസ്സിൽ? സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരോട് ചോദിക്കണം? തമ്പുരാനോട് ചോദിക്കണം. ഇത് ദൈവ പദ്ധതിയാണോ എന്ന് ചോദിക്കണം. പലപ്പോഴും നമുക്ക് തോന്നുന്നതനുസരിച്ച്, കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച്, നാട്ടുകാർ പറഞ്ഞതനുസരിച്ച്, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ, അത് ചെന്ന് എന്താവും? അബദ്ധമായി മാറും. എന്നാൽ ദൈവം പറയുന്ന പദ്ധതിയുടെ പ്രത്യേകതയാണ് വചനം പറയുന്നത്, അത് നിന്റെ നാശത്തിനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ നാശത്തിനല്ല. ദൈവിക പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഏറ്റവും ഫസ്റ്റ് കാര്യം എന്താ? അതൊരിക്കലും നിന്റെ നാശത്തിനല്ല. രണ്ടാമത്തെ കാര്യം, അത് നിന്റെ ക്ഷേമത്തിനാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇന്ന് നമ്മൾ ഏതെങ്കിലും വഴികളിൽ ഞെരുങ്ങുന്നുണ്ട്, അസ്വസ്ഥരാണെങ്കിൽ ഒരു പക്ഷേ അത് ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നമ്മൾ പോയത് കൊണ്ടാണോ എങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, എന്താണ് ദൈവമേ എന്നെക്കുറിച്ചുള്ള പദ്ധതി? കർത്താവേ, അങ്ങ് എന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണം. എനിക്ക് നല്ല ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവെ നൽകണം. സങ്കീർത്തനം 33 അധ്യായം 10-11 തിരുവചനം. കർത്താവ് ജനങ്ങളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഈ നിമിഷം കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ തലയ്ക്കകത്ത് ഈ ലോകം നൽകിയിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്. കൂട്ടുകാരും നാട്ടുകാരും നമ്മൾ കണ്ട യൂട്യൂബും റീൽസൊക്കെ നമുക്ക് തലയ്ക്കകത്ത് കുറേ പദ്ധതി, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇതാണ് നിന്റെ ജീവിതം എന്ന് നമ്മൾ തലയ്ക്കകത്ത് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവേ, എൻ്റെ തലയ്ക്കകത്ത് ഈ ലോകം വെച്ച് നീട്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളെയും തകർക്കണമേ. 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്, കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. ദൈവമേ, നിന്റെ പദ്ധതി എന്നിൽ നിറവേറണം. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ഒരു ദിവസത്തെ നോക്കിക്കൊണ്ടോ ഒരു സാഹചര്യത്തെ നോക്കിക്കൊണ്ടോ അല്ല ദൈവം പദ്ധതികൾ ഒരുക്കുന്നത്, മറിച്ച്
തലമുറകളോളം നിലനിൽക്കുന്ന പദ്ധതി. ഈ ശുശ്രൂഷ സമയത്ത് ഒരു നിമിഷം ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം പറഞ്ഞ പദ്ധതിയാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളോടോ വ്യക്തികളോടോ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണോ? ദൈവം പറയുന്ന പദ്ധതികളാണ് നിലനിൽക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. കർത്താവിൻ്റെതത്രേ. 2 കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദൈവമേ ദൈവമേ അങ്ങെന്നിൽ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ദൈവമേ എന്റെ പ്രയത്നം എന്റെ അധ്വാനം കർത്താവിൽ അർപ്പിക്കുന്നു, എന്റെ പദ്ധതികൾ ഫലമണിയും. ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തന പുസ്തകം 127-ാം അധ്യായം 1-ാം തിരുവചനം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ദൈവമേ എന്റെ കുടുംബത്തെ അങ്ങ് കാക്കണമേ. അങ്ങയുടെ പദ്ധതിയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അൾത്താര നിന്നോട് പറയുന്നത് എന്തെന്നറിയാവോ? തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നതിന് അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. എഫേസസ് 1:11. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈ വചനം അങ്ങോട്ട് ഏറ്റെടുത്തോ. ദൈവമേ അങ്ങയുടെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നതിന് അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് നീ ഇന്ന സ്ഥലത്ത് ചെല്ലുക, ഇന്ന സ്ഥലത്ത് ജോലി മേഖല, ഇന്നയാളെ വിവാഹം കഴിക്കുക, ഇന്ന ജീവിത വഴികളിലൂടെ മുന്നോട്ട് നീങ്ങുക. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് തിരിച്ചറിയുക. നമ്മുടെ ആരുടെയും കണ്ടുപിടുത്തമല്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:1, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഏതെങ്കിലും വഴികളിൽ നമുക്ക് താളം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചോ നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ലോകം പറയുന്ന അനുസരിച്ചോ നമുക്ക് തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ അൾത്താരിലേക്ക് കൊടുക്കുക, അതെല്ലാം കർത്താവിന് കൊടുക്കുക. യെസ്. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളെ നന്മയ്ക്കായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയരെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ദൈവത്തെ സ്തുതിക്കാൻ പോകുന്ന സമയമാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിനക്കുണ്ടായതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. നിനക്കുണ്ടായ പരാജയവും കണ്ണുനീരും ദുഃഖവും രോഗവും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും സ്തുതിച്ചേ. നാമ തുറന്ന് ദൈവത്തെ ആരാധിച്ചേ. ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഉണ്ടായ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ. നന്നായിട്ട് സ്തുതിച്ചേ. യേശുവേ വിളിച്ച് സ്തുതിച്ചേ. ദൈവമേ സ്തുതിക്കുന്നു. പോരുന്നേ. നന്നായിട്ട് സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അങ്ങ് ആരാധിക്കുന്നു. നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കൈകളടിച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നന്നായിട്ട് കൈയടിച്ച്. യെസ്. ആമേൻ.
ദോഷമോ നിൻ ചിന്തയിലില്ല. എല്ലാം നിന്നുടെ നന്മയ്ക്കായി മാത്രം. എല്ലാം നാശമോ ദോഷമോ നിൻ ചിന്തയിലില്ല. എല്ലാം നിന്നുടെ നന്മയ്ക്കായി മാത്രം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. എല്ലാം നന്മയ്ക്കായി. ആമേൻ. ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം നിന്നുടെ നന്മയ്ക്കായി മാത്രം. എല്ലാം നന്മയ്ക്കായി. ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം നിന്നുടെ നന്മയ്ക്കായി മാത്രം. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നിന്ന് വിളിച്ചേ, സ്തുതിച്ചേ. പോരാ, നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ, നന്നായിട്ട് സ്തുതിച്ചേ. പോരുന്നേ, യേശുവേ എന്ന് വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ, നാവ് തുറന്ന് വിളിച്ചേ. The mighty power. The mighty power. എല്ലാ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. ആമേൻ. കൈയടിച്ച്. യെസ്, ഈ കൈയടിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, ദൈവമേ അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളിൽ അങ്ങയുടെ പദ്ധതി നിറവേറട്ടെ. എല്ലാ പൈശാചിക ശക്തികളും ചിതറിക്കപ്പെടട്ടെ. എല്ലാ പൈശാചിക പദ്ധതികളും നഷ്ടമാകട്ടെ. കർത്താവേ, അങ്ങയുടെ പദ്ധതി മാത്രം നിറവേറട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ പദ്ധതി നിറവേറപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അങ്ങയുടെ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് പരസ്പരം ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ആരെങ്കിലുമൊക്കെ കിട്ടും. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. എന്നിട്ട് മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക. ആരുമായിക്കൊള്ളട്ടെ, സാരമില്ല. അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ശിരസിൽ കരങ്ങൾ വെച്ചൊന്ന് ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ വ്യക്തിയിൽ അങ്ങയുടെ പദ്ധതി നിറവേറണം. ഇന്ന് ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും കർത്താവേ, ഈ വ്യക്തിയിൽ അത്ഭുതകരമായ ദൈവീക പദ്ധതി നിറവേറണം. കർത്താവെ, അങ്ങ് ഇടപെടണം, അങ്ങ് ഇടപെടണം. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു. അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല. ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമേ, അങ്ങ് അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യണമേ. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 18-19. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങൾ നിന്ന് അവിടുന്ന് എന്നെ നടത്തുന്നു. ഈ വചനത്തിൻ്റെ ശക്തി ഈ വ്യക്തിയിൽ നിറയട്ടെ. കർത്താവേ, ഈ വ്യക്തിയുടെ കുടുംബത്തിൽ, ബന്ധങ്ങളിൽ കർത്താവേ അങ്ങ് അത്ഭുതകരമായിട്ട് നിറയ്ക്കണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7, 8, 9. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു. അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. കർത്താവാണ് അവൻ്റെ കാലടികൾ. ഈ വ്യക്തിയുടെ കാലടികളെ കർത്താവ് നിയന്ത്രിക്കട്ടെ. കർത്താവ് നിയന്ത്രിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ പദ്ധതി ഈ വ്യക്തിയിൽ വെളിപ്പെടണമേ. കർത്താവേ, അങ്ങയുടെ പദ്ധതി ഈ വ്യക്തിയിൽ വെളിപ്പെടണമേ, വെളിപ്പെടണമേ. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിക്കുണ്ടെങ്കിൽ അത് മാറിപ്പോവട്ടെ. ജോബിന്റെ പുസ്തകം 12-14. അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയില്ല. കർത്താവേ, ഈ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ഈ ലോകത്തിൻ്റെ, നാടിൻ്റെ, ദേശത്തിൻ്റെ ഏതെങ്കിലും ദുഷ്ടാരൂപികൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റായ ചിന്തകൾ, എതിർ ചിന്തകൾ തലയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട അഭിഷേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ തലയിലെ മരവിപ്പ്, ഇന്നലകളിലെ ഓർമ്മകൾ മാത്രം കൊണ്ടു നടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ജോബിന്റെ പുസ്തകം 12-14 വചനത്തിന്റെ ശക്തിയാൽ അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് വ്യക്തിയെ വലിയൊരു വിടുതലിലേക്ക് നയിക്കണമേ.
വലിയൊരു സൗഖ്യത്തിലേക്ക് നയിക്കണമേ, വലിയ ഒരു കൃപയിലേക്ക് നയിക്കണമേ. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് കരങ്ങളങ്ങനെ ശിരസിൽ ഒന്ന് വെച്ചൊന്ന് സ്തുതിച്ചേ. കർത്താവേ, കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യം നിറയണമേ. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അനേകരെ മനസ്സിൽ കാണുന്നു. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ഈ വ്യക്തിയിലേക്ക് ഒരു പുത്തൻ അഭിഷേകം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, നാമ തുറന്ന് സ്തുതിച്ചേ, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഈ വ്യക്തിയിൽ നിറയണമേ. ദൈവശക്തി നിറയ്ക്കണമേ. ഒരു പുതിയ അഭിഷേകം നിറയ്ക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈ വ്യക്തിയിലെ അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയ്ക്കണമേ. ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് അൾത്താരിലേക്ക് തിരിഞ്ഞു നിന്ന് കൈയടിച്ച് ചേർന്നു. നന്നായിട്ട് കൈയടിച്ച പോരാ. യെസ്, ആമേൻ. സ്വർഗീയ തീയെ എന്റെ ഉള്ളിലാളി കത്തിവാ. ആമേൻ. ചേർന്നൊന്ന് പാടിക്കേ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിലാളി കത്തിവാ. യെസ്, ആമേൻ, ആമേൻ. യെസ്, ആമേൻ. നിന്റെ വേല നിനക്കായിട്ടല്ലോ. നിനക്കായിട്ടല്ലോ യേശുവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി പാടി പാടി. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഒഴുകണമേ, ആത്മശക്തിയായി ഒഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. അനേകരുടെ ദുഃഖം കർത്താവ് എടുത്ത് മാറ്റുന്നു. അനേകരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്നും കൂടെ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാണ് ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് നിന്നിലേക്ക് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് സ്വീകരിക്കണം. ദിവസങ്ങളായി ഉറക്കം കിട്ടാതെ വലിയ ഒരു ഭാരത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ, പ്രത്യേകിച്ചൊരു കുടുംബനാഥൻ, കർത്താവ് ആ കുടുംബനാഥനെ ആശ്വസിപ്പിക്കുന്നു. വിഷമിക്കേണ്ട, കർത്താവിൻ്റെ പദ്ധതിയായതിനെ ക്രമീകരിക്കുക. നല്ല ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കും. ഈശോയുടെ സ്നേഹം നിൻ്റെ കൂടെയുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭാരം കർത്താവ് മാറ്റട്ടെ. ഈശോയെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരവും മാറട്ടെ. ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവെ ക്രമീകരിക്കണമേ. അഡ്മിഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയും നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യുന്നു. വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നൊരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് അവർക്ക് സമാധാനം, വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള വഴികളും തുറന്നു തരുന്നു. ബാങ്ക് ലോൺ അപേക്ഷിച്ചിരിക്കുന്നൊരു കുടുംബത്തിന് കർത്താവ് അത് ക്രമീകരിച്ച് നൽകും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഭാരപ്പെടേണ്ട, നിന്റെ സങ്കടം കർത്താവ് കാണുന്നു. ഭാരപ്പെടേണ്ട, നീ കടന്നു പോകുന്ന അവസ്ഥ നിന്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീ വിഷമിക്കേണ്ട,
നീ വിഷമിക്കേണ്ട. കർത്താവ് നിന്നിൽ ഇടപെടും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശക്തമായ മൈഗ്രെയിൻ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി പറയുക. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ രീതികൾ കർത്താവ് ബലം നൽകുന്നു. ഈശോയുടെ അനന്ത സ്നേഹത്താൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജോലി നഷ്ടപ്പെട്ട് വിസ കാലാവധി തീരുന്നു, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര, ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. നീ വിശ്വസിച്ചത് ഏറ്റെടുക്കൂ. കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നമ്മൾ വിശ്വസിക്കുകയാണ്. എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ നിയോഗങ്ങളുടെ മേലും കർത്താവെ, ജെറമിയ പ്രവചനം 29:11 എന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവമേ അങ്ങയുടെ മനസ്സിലുണ്ട്. അതെൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കരങ്ങൾ കൂപ്പുമ്പോൾ ഈശോയെ നേരെ നോക്കി അത് വിശ്വസിക്കണം. എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. എനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഏറ്റെടുക്കണം. ഏത് തകർച്ചയിലാണെങ്കിലും, എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും ഈ വചനം വിശ്വസിക്കുക, ഏറ്റെടുക്കുക. നിന്നിലത് സംഭവിക്കും. ജെറമി 29:11 എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അതെൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വിശ്വസിക്കുക, അത് നിന്നിൽ സംഭവിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.